അനുമോളെ രേണുസുതി വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രശ്നം ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ശൈത്യയും അനുമോൾക്കിട്ട് പണി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെവിനും ശൈത്യയും മേക്കപ്പ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ രേണുസുതി അങ്ങോട്ട് കയറി ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. അനുമോൾ ഈ പറഞ്ഞ കാര്യം ശരിയാണോ? എൻ്റെ തല പേനുണ്ട്, ശരി സമ്മതിച്ചു. പക്ഷേ റെനയുടെ തലയിലും പേനുണ്ട്, ഇവിടെ വേറെ കുറേ ആൾക്കാരുടെ തലയിലും പേനുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. ഞാൻ ഇടയ്ക്ക് തലയും ചൊറിയാറുണ്ട്, എന്നെ ട്രോളന്മാർ എപ്പോഴും ട്രോളുന്നു, അതൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷേ അവൾ എൻ്റെ മുഖത്തോടെ ഇങ്ങനെ പേൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞൊരു ആക്ഷൻ കാണിച്ച് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് അവൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എൻ്റെ മുഖത്തോടെ പേൻ ഇറങ്ങി വരുന്ന ഇവിടെ വേറെ ആരും കണ്ടിട്ടില്ല, അവൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എൻ്റെ പ്രേക്ഷകർ ഇത് കാണട്ടെ, എൻ്റെ പ്രേക്ഷകർ ഇതിന് ചോദിക്കും, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എൻ്റെ തലയിൽ കൂടെ ഇറങ്ങി വന്നോ ഇല്ലയോ എന്നുള്ളത്. അവൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അത് ശരിയാണോ? അപ്പോൾ നെവിനും ശൈത്യയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊട്ടും ശരിയല്ല, അവൾ പറഞ്ഞത് ഒട്ടും ശരിയല്ല എന്ന് നെവിൻ പറയുന്നു. പിന്നീട് ശൈത്യ പറയുന്നുണ്ട്, അതൊരു തരം ബുള്ളിയിങ് ആണ്, അതങ്ങനെ അവൾ ഒരിക്കലും പറയരുതായിരുന്നു എന്ന്. ഇത്രയും നാളും ചങ്കം കരളുമായിട്ട് കൂടെ കൊണ്ടു നടന്ന ആളാണ് അനുമോൾ. പക്ഷെ 1-2 പേര് വന്ന് അനുമോളുടെ കൂടെ നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് അനുവിനെ ചവിട്ടാൻ തുടങ്ങുവാണ് ശൈത്യ. അനുവിന് പുറത്ത് നെഗറ്റീവാണ് എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കണം ശൈത്യ 1-2 ദിവസമായിട്ട് അനുമോളെ ചവിട്ടി നിൽക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ രേണുവിൻ്റെ കൂടെയാണോ അനുവിൻ്റെ കൂടെയാണോ? നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.